വെൽക്കം ബാക്ക് ടു പ്രൈം ഡയറക്ഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡയറക്ഷൻ ആൻഡ് ഡിസ്റ്റൻസിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇനി നോക്കാനുള്ളത് ആംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് എങ്ങനെ വരുന്നത് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ബി സ്റ്റാർട്ടഡ് വാക്കിംഗ് ഫ്രം എ പോയിന്റ് ഇൻ ദ സൗത്ത് ഡയറക്ഷൻ. ആഫ്റ്റർ സം ടൈം ഹി ടേൺഡ് റൈറ്റ്. ആദ്യം റൈറ്റിലേക്ക് തിരിഞ്ഞ്, പിന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ്, പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞ്, പിന്നെ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം എന്താണ് അവൻ്റെ ഫേസിങ് ഡയറക്ഷൻ ഏതാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് ആദ്യം ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ആദ്യം എന്താണ് പറയുന്നത്? അത് സൗത്ത് ഡയറക്ഷനിലേക്ക് പോയി എന്നാണ് പറയുന്നത്. ഇവിടുന്ന് സൗത്തിലേക്ക് പോയി. പിന്നെ എന്താണ് പറയുന്നത്? ആഫ്റ്റർ സം ടൈം ഹീ ടേൺഡ് റൈറ്റ്. ഈ പോയിന്റിൻ്റെ റൈറ്റ് ഏതാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ പോയി കാണുക, എന്നിട്ട് ശേഷം ഈ വീഡിയോയിലേക്ക് കിടക്കുക. അപ്പോൾ എന്താണ് ആദ്യം പറയുന്നത്? ഹീ ടേൺഡ് റൈറ്റ്. എവിടേക്കാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടാണ്. പിന്നെ എന്താ പറയുന്നത്? പിന്നെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞെന്ന് പറഞ്ഞത്. ലെഫ്റ്റ് ഏതാണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, താഴോട്ടേക്കാണ്. പിന്നെ എന്താണ് പറയുന്നത്? പിന്നെ റൈറ്റിലേക്ക് തിരിഞ്ഞ്. ഇതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഏതാ? ഇങ്ങോട്ടേക്കാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞ്. പിന്നെ എന്താ പറയുന്നത്? 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യുക? അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇവിടെ ഒരു ലൈനാണ്, ഇത് ഇങ്ങനെ പോകുന്നൊരു ലൈനാണ്. ഇതിൻ്റെ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് കാണുക? ഇവിടെ ഒരു പോയിൻ്റ് ഇടുക, എന്നിട്ട് എന്താ ചെയ്യുക? ഇതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എവിടേക്കാണ്? ഇതിൻ്റെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ താഴോട്ടല്ലേ, താഴോട്ടേക്ക് വരയ്ക്കുക. അപ്പോൾ ഇതാണ് 45 ഡിഗ്രി. ഇങ്ങനെയാണ് 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിയുക. ഇനിയിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിലോ ഇവിടെ ഇങ്ങനെ പോയിൻ്റ് ഇടുക, ഇവിടുന്ന് 45 ഡിഗ്രി. ഇതാണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അതുപോലെ തന്നെ എന്താണ് ഇവിടുന്ന് 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറയുന്നതിന് പകരം 45 ഡിഗ്രി റൈറ്റിലേക്ക് തിരിഞ്ഞെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഇത് റൈറ്റിലേക്ക്, അല്ലെങ്കിൽ ഈ ക്ലോക്ക് വൈസ് അല്ലെങ്കിൽ റൈറ്റിലേക്ക് എന്ന് പറയുമ്പോൾ ഇതാണ് ചിത്രം വരിക. ഇനിയിപ്പം ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ ഏതാണ് ചിത്രം വരിക? ഇവിടെയാണ് ചിത്രം വരിക. എങ്ങനെയാണ്? ഇതൊരു പോയിൻ്റ് എന്താണ് നമ്മൾ മനസ്സിലേക്ക് കാണുക, എന്നിട്ട് അവിടെ നിന്നാണ് ആംഗിൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണ് വരിക? ഇവിടുന്ന് 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ് ഒരു പോയിൻ്റ് ഇടുക, ഇങ്ങനെ കുറച്ചൊരു പോയിൻ്റ് പോലെ ഒരു ലൈന് വരയ്ക്കുക. അവിടുന്ന് 45 ഡിഗ്രി ക്ലോക്ക് വൈസ് എവിടേക്കും? ഇവിടുന്ന് 45 ഡിഗ്രി ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മേലോട്ടേക്ക്. അപ്പോൾ എന്തായിരിക്കും? ഇവിടുന്ന് മേലോട്ടേക്ക് 45 ഡിഗ്രി. റെഡി? പിന്നെ എന്താ ചോദിക്കുന്നത്? ഫേസിങ് ഡയറക്ഷൻ ഏതാണെന്നാണ്. അപ്പോൾ ഇതേതാ ഡയറക്ഷൻ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇത് നോർത്ത്, ഇത് സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതേതാ ഡയറക്ഷൻ? ഇവിടുന്ന് ഇങ്ങനെയല്ലേ ഡയറക്ഷൻ. അപ്പോൾ ഇതേതായിരിക്കും വരിക? നോർത്ത് വെസ്റ്റ് എന്നുള്ള ഡയറക്ഷനാണ് വരിക. റെഡി? അപ്പോൾ ആൻസർ എന്താണ്? നോർത്ത് വെസ്റ്റ് എന്നാണ് ആൻസർ വരിക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. രവി വാക്കിംഗ് ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ. ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് ആദ്യം പോകുക എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് ഏതാണ്? ഇങ്ങോട്ടേക്ക്, ഈസ്റ്റ് ഡയറക്ഷനിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ എന്താണ്? ആഫ്റ്റർ 1 കിലോമീറ്റർ ഹീ ടേൺഡ് 45 ഡിഗ്രി ലെഫ്റ്റ്. 45 ഡിഗ്രി ലെഫ്റ്റ് എങ്ങനെയാണ് ചെയ്യുക? ഇതാ ഇവിടെ ഒരു വര ഇടുക. അവിടെ നിന്ന് 45 ഡിഗ്രി ഇതാ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 45 ഡിഗ്രി ലെഫ്റ്റ്. പിന്നെ എന്താണ് പറയുന്നത്? പിന്നെ 90 ഡിഗ്രി റൈറ്റ്. റൈറ്റിലേക്ക് എങ്ങനെയാണ് വരയ്ക്കുക? ഇവിടുന്ന് വര ഇടുക. അവിടുന്ന് 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് 90 ഡിഗ്രി. 90 ഡിഗ്രി റൈറ്റ്, ഇങ്ങോട്ടേക്കല്ലേ ലാസ്റ്റ് ഡയറക്ഷൻ. ആൻഡ് ഫൈൻഡ് ദ ന്യൂ ഡയറക്ഷൻ ഓഫ് ദ ഫൈൻഡ് ദ ന്യൂ ഡയറക്ഷൻ ഹി ഈസ് ഫേസിങ് നൗ. ഇതേതാ ഡയറക്ഷൻ? നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. അപ്പോൾ ഇതേതാ ഡയറക്ഷൻ? ഇവിടുന്ന് ഇങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇത് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്. രണ്ടിൻ്റെയും സൗത്തിൻ്റെ ഈസ്റ്റിൻ്റെ ഇടയിലാണെങ്കിൽ ഏതാണ് സൗത്ത്, ഏതാ ഡയറക്ഷൻ? സൗത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. റെഡി? അപ്പോൾ ആൻസർ സൗത്ത് ഈസ്റ്റ് എന്ന് വരും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ മാൻ ഈസ് ഫേസിങ് നോർത്ത്, ദെൻ ഹീ ടേൺസ് 90 ഡിഗ്രി ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആൻഡ് 135 ഡിഗ്രി ഇൻ ദ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇതിൽ എന്താണ് ഒരു വ്യത്യാസമായിട്ടുള്ളത്? ഇവിടെ നിന്ന് എന്താണ് ഒരാൾ എന്താണ് തിരിയുന്നു മാത്രമേ ഉള്ളൂ. നിന്നെടുത്ത് നിന്ന് ഇങ്ങോട്ട് തിരിയുന്നു, അങ്ങോട്ട് തിരിയുന്നു എന്നൊക്കെ പറയുന്നുള്ളൂ. അല്ലാണ്ട് എന്താണ് അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് വരയ്ക്കുക? അപ്പോൾ ഞാൻ 90 ഡിഗ്രി നോർത്ത് എന്നല്ലേ. അപ്പോൾ ഇതാ ഒരാൾ ഇങ്ങനെയാണ് നിൽക്കുന്നത് വിചാരം. 90 ഡിഗ്രി നോർത്ത് എന്നുള്ളത് ഇങ്ങനെയാണ് നിൽക്കുന്നതെന്ന് കരുതുക. അപ്പോൾ എന്താണ് പിന്നെ പറയുന്നത്? എന്താണ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുന്നെന്ന് പറഞ്ഞത്. 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അപ്പോൾ ഇവിടുത്തെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഏതാ? ഇങ്ങോട്ടേക്കല്ലേ. ക്ലോക്ക് ഇങ്ങനെയല്ലേ കറങ്ങുക. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്ലോക്ക് ഇങ്ങനെയല്ലേ കറങ്ങുക. അപ്പോൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു. ഇതാണ് എന്താണ് ആംഗിൾ 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ് 135 ഡിഗ്രി എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന്. അപ്പോൾ ഈ 135 എങ്ങനെയാണ് നമുക്ക് എന്താണ് പാർട്സ് ആക്കി ചെയ്താൽ? 135 = 90 + 45 അല്ലേ. 90 + 45. അപ്പോൾ എന്താണ് ഇതിനെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ്. അപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ഉള്ള ന്യൂ പൊസിഷൻ. ഇവിടുന്ന് 135 എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റിലേക്ക്. അപ്പോൾ ആദ്യം എന്താണ് ഇവിടുന്ന്
90 ഡിഗ്രി ലെഫ്റ്റായി. പിന്നെ അവിടുന്ന് 45 ഡിഗ്രി ലെഫ്റ്റിലേക്ക് പോയി. അപ്പോൾ ഇവിടേക്കായിരിക്കും ആംഗിൾ വരിക. എന്താണ് പോയിൻ്റ് ഡയറക്ഷൻ എന്താണ് ഇവിടേക്കായിരിക്കും വരിക. എങ്ങനെയാണ് ചെയ്തത്? ഇവിടേക്ക് 90 ഡിഗ്രി വന്നിട്ടുണ്ട്. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് 45 ഡിഗ്രി വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ട് 135 എന്ന് പറഞ്ഞാൽ 90 + 45 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താ ചെയ്തത്? ആദ്യത്തെ ഡയറക്ഷൻ ഇവിടെയാണ്. ആദ്യം എന്താണ് നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നുണ്ട്. അവിടുന്ന് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ റൈറ്റിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ എന്തായി? ഇത് രണ്ടാമത്തെ പൊസിഷനായി. അവിടുന്ന് എന്തായി? 135 ഡിഗ്രി എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ്. അപ്പോൾ ആദ്യം എങ്ങോട്ട് വന്നിട്ടുണ്ട്, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. 135 എന്ന് പറഞ്ഞാൽ 90 + 45. അപ്പോൾ ഇപ്പോൾ ഏതാ ഡയറക്ഷൻ? ഫേസ് ചെയ്ത ഡയറക്ഷൻ ഏതാ നോക്ക്. നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ് എന്നല്ലേ. ഇവിടുത്തെ ഫേസ് ചെയ്ത ഡയറക്ഷൻ ഏതാ? മിഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. അപ്പോൾ അതായിരിക്കും നോർത്ത് വെസ്റ്റ് എന്നുള്ള ഡയറക്ഷനേക്ക് വരിക. ആൻസർ നോർത്ത് വെസ്റ്റ്. റെഡി? ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. വികാസ് ഈസ് ഫേസിങ് സൗത്ത് വെസ്റ്റ്. He turns 45 degree in the clockwise direction and 45 degree in the anti-clockwise direction. അപ്പോൾ ഇതിൽ എന്താണ് നമ്മൾ വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ലോജിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എത്താം. എങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത്? ഇവിടെ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്താണ് 45 ഡിഗ്രി എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അർത്ഥം എന്താ? ഞാനിപ്പോൾ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്, അവിടുന്ന് പിന്നെ ലെഫ്റ്റിലേക്ക് തിരിയാൻ പറഞ്ഞു. അപ്പോൾ എന്തായി? ഞാൻ ആദ്യം ഫേസ് ചെയ്ത ഡയറക്ഷനിൽ തന്നെയല്ലേ. അപ്പോൾ ആൻസർ എന്താ വരിക? സൗത്ത് വെസ്റ്റ് എന്നേക്ക് ആൻസർ വരിക. എന്താ പറഞ്ഞത്? ഇവിടുന്ന് 45 ഡിഗ്രി ഇങ്ങനെ ഒരു പോയിന്റ് വിചാരിക്കുക. അവിടുന്ന് 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞ്, പിന്നെ അവിടുന്ന് പിന്നെയും 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് തിരിഞ്ഞ്. അപ്പോൾ എന്തായി? ആദ്യം നിന്ന പോലെ തന്നെയല്ലേ വരുന്നത്. ഇനിയിപ്പം മറ്റേ രീതിയിൽ തന്നെ നമ്മൾ ഡയഗ്രാം വരച്ച് ചെയ്യുന്നെങ്കിൽ അതെന്താ പറയുന്നത്? സൗത്ത് വെസ്റ്റ്. ഏതാണ് സൗത്ത് വെസ്റ്റ്? നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. ഇതിൽ സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ ഏതാ പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക. ഇതാണ് സൗത്ത് വെസ്റ്റ് ഡയറക്ഷൻ. ഇതിൽ നിന്ന് എത്രയാണ്? 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞ്. അപ്പോൾ എന്താണ്? ഇവിടുന്ന് 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയുമ്പോൾ എന്തായിരിക്കും? ഇവിടുന്ന് ഇങ്ങനെയാവും. ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റിലേക്ക് തിരിയുമ്പോൾ ഇതാണ് 45 ഡിഗ്രി എന്നുള്ളത്. അപ്പോൾ 45 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് ആദ്യം തിരിഞ്ഞ് ഇവിടെ ഒന്നാമത്താണ്, ഇവിടെ രണ്ടാമത്താണ്. പിന്നെ എന്താ പറയുന്നത്? ഇവിടുന്ന് എന്താണ് 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞ്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഇവിടുന്ന് പിന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായി? 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ആദ്യത്തെ അതേപോലെ തന്നെ. അപ്പോൾ എന്താണ് വിച്ച് ഡയറക്ഷൻ ഈസ് ഫേസിങ് നൗ എന്ന് പറയുമ്പോൾ നേരത്തെ പോലെ തന്നെ സൗത്ത് വെസ്റ്റ്. ആൻസർ വരിക സൗത്ത് വെസ്റ്റ്. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്താണ് ഡയഗ്രാം വരയ്ക്കുന്നതിന് മുന്നേ എന്താണ് ഒന്ന് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കുക എങ്ങനെയൊക്കെ ആയിരിക്കും ആൻസർ വരിക എന്നുള്ളത്. എന്താണ് ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ഒരു 10 സെക്കൻഡിന് മുന്നേ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. എക്സാമിന് വന്നിട്ടുണ്ടെങ്കിൽ ആൻസർ സൗത്ത് വെസ്റ്റ് എന്നാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഈ സെക്ഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ രോഹിത് ഈസ് ഫേസിങ് വെസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിലേതാ വെസ്റ്റ് ഡയറക്ഷൻ ഏതാ? ഇങ്ങോട്ടേക്കല്ലേ, ഇങ്ങോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണല്ലേ. പിന്നെ എന്താണ് പറയുന്നത്? 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. 180 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ? 180 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 90 + 90 എന്നല്ലേ. റെഡി? 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 + 90. അപ്പോൾ 190 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് 90 തിരിഞ്ഞ്, ഇവിടുന്ന് 90 തിരിയുമ്പോൾ എങ്ങനെയായിരിക്കും? നമ്മളൊരു ക്ലോക്ക് ആലോചിച്ച് നോക്കുക. ഇതാണ് ക്ലോക്ക്. ഇപ്പോൾ എന്താണ് 9 എന്ന് പറഞ്ഞെടുത്താണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടുന്ന് നേരെ 90 ഡിഗ്രി തിരിഞ്ഞ്, അപ്പോൾ 12ൻ്റെ അടുത്തായി. പിന്നെ അവിടുന്ന് പിന്നെ എന്താണ് ഒരു 90 ഡിഗ്രി വരെ പോകണ്ടേ. അപ്പോൾ എന്താണ് 90 ഡിഗ്രി കൂടെ പോയി. ഇപ്പോൾ എത്രയായി? 3ൻ്റെ അടുത്തായി. അപ്പോൾ ഇപ്പോൾ ഉള്ള ഫേസിങ് ഡയറക്ഷൻ ഏതാണ്? ഇവിടെയാണ്. ഏത്? അത് ഈസ്റ്റ് എന്നുണ്ടാവും, അത് നമുക്ക് ആലോചിക്കേണ്ട. എന്താണ് ബാക്കി കൂടി ക്വസ്റ്റ്യൻ ചെയ്യുക. എന്നിട്ട് എന്താണ് ആദ്യം 180 ഡിഗ്രി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ് 45 ഡിഗ്രി എന്താണ് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയണം. അപ്പോൾ അതാ ഇവിടെയാണുള്ളത്. ഏതാണ്? ഇവിടെയാണ് ഇപ്പോഴത്തെ പൊസിഷനുള്ളത്. ഇത് ആദ്യത്തെ പൊസിഷനായിരുന്നു. ഇപ്പോഴത്തെ പൊസിഷൻ ഏതാണ്? ഇവിടെയാണുള്ളത്. അവിടെ നിന്ന് എത്രയാണെന്ന് പറഞ്ഞാൽ 45 ഡിഗ്രി ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തിരിയണം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ലെഫ്റ്റിലേക്ക്. എങ്ങനെയാണ്? 45 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരും 45 ഡിഗ്രി. റെഡി? എന്നിട്ട് എന്താണ് ചോദിക്കുന്നത്? വിച്ച് ഡയറക്ഷൻ ഈസ് ഹി ഫേസിങ് നൗ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതേതാ ഡയറക്ഷൻ? നമ്മളിതാ ആക്സിസ് വരയ്ക്കുകയാണെങ്കിൽ നോർത്ത് സൗത്ത് വെസ്റ്റ് ഈസ്റ്റ്. ഡയറക്ഷൻ എങ്ങനെയാണെന്ന് നോക്കുക. ഇവിടുന്ന് മിഡിൽ നിന്ന് ഇങ്ങനെ വരച്ച് നോക്കുക. അപ്പോൾ അതായത് ഈ ഡയറക്ഷൻ നോർത്തിൻ്റെ ഈസ്റ്റിൻ്റെ നടക്കല്ലേ. അപ്പോൾ ഡയറക്ഷൻ വരിക എന്താണ്? നോർത്ത് ഈസ്റ്റ് എന്നായിരിക്കും വരിക. ആൻസർ എന്താണ് വരിക? നോർത്ത് ഈസ്റ്റ് എന്നായിരിക്കും വരിക. റെഡി? ഡയറക്ഷൻ ഡിസ്റ്റൻസിലെ രണ്ടാമത്തെ വീഡിയോ ആണ് നമ്മളിപ്പോൾ നോക്കിയിട്ടുള്ളത്. ആംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതേപോലുള്ള ആംഗിൾ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് എന്താണ് വേറെ സൈറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ടെസ്റ്റ് പേപ്പറിലൊക്കെ നോക്കിയിട്ട് എന്താണ് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക.